ഇൻകറിംഗ് മെയിൻ്റനൻസും അതുപോലെ തന്നെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് ഒരു വിധി പുറപ്പെടുവിക്കുന്നതിന് മുമ്പായിട്ട് അസറ്റ്സ് ലയബിലിറ്റീസ് എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമ്മൾ കോടതിയിൽ കൊടുക്കുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ അടുത്തൊരു സെക്ഷനാണ്, അതായത് ഡോക്യുമെൻറ്റ്സ് റിലേറ്റിംഗ് ടു ഇൻകം, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അത് എന്തൊക്കെയാണെന്നുള്ളത് പറയണം. അപ്പോൾ അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതൊക്കെയാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫോർമേഷനാണ് കൊടുക്കേണ്ടത്. എന്ന് പറയുകയാണെങ്കിൽ റേഷൻ കാർഡിൻ്റെ പേര്, വോട്ടർ ID, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, പാസ്പോർട്ട്. ഈ 6 കാര്യങ്ങൾ ആദ്യം നമ്മൾ മെൻഷൻ ചെയ്യണം. അതിനുശേഷമാണ് ഇൻകം, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടത്. അതായത് 7ാമത്തെ പോയിൻ്റായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ഓഫ് ഓൾ ബാങ്ക് അക്കൗണ്ട്സ് ഇൻക്ലൂഡിങ് കറൻറ്റ് സേവിങ്സ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട്സ് ഫോർ ലാസ്റ്റ് 3 years. അതായത് കഴിഞ്ഞ 3 വർഷത്തെ നമുക്കുള്ള പ്രധാനപ്പെട്ട ബാങ്കുകളുടെ കറൻറ്റ്, സേവിങ്ങും അതുപോലെ തന്നെ ഡിമാറ്റ് അക്കൗണ്ടുകളെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മെൻഷൻ ചെയ്യണം. 8ാമതായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺസ് അലോങ് വിത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻകം ആൻഡ് അനക്ഷേഴ്സ് ഫോർ ലാസ്റ്റ് 3 years. അവസാനത്തെ 3 വർഷത്തെ ഇൻകം ടാക്സിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അനക്ഷേഴ്സും നമ്മളതിൽ മെൻഷൻ ചെയ്യണം. 9, ഇൻ കേസ് ഓഫ് സാലറീഡ് പേഴ്സൺ, നിങ്ങളൊരു സാലറീഡ് പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ 5 കാര്യങ്ങൾ അഡീഷണലായിട്ട് പറയണം. അതായത് ഫസ്റ്റ് വൺ, അപ്പോയിൻമെൻറ്റ് ലെറ്റർ അലോങ് വിത്ത് സാലറി സ്ട്രക്ചർ അറ്റ് എ ടൈം ഓഫ് അപ്പോയിൻമെൻറ്റ്, അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന സമയത്തുള്ള സാലറി സ്ട്രക്ചർ. 2, ലാസ്റ്റ് സാലറി സ്ലിപ്പ്, ലാസ്റ്റ് സാലറി കിട്ടിയതിൻ്റെ ഡീറ്റെയിൽസ്. 3, ഫോംസ് 16, 16A, 12BA, 26AS, ഇതൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യണം. 4, കോസ്റ്റ് ടു കമ്പനി സർട്ടിഫിക്കറ്റ് ആൻഡ് സിബിൽ സർട്ടിഫിക്കറ്റ് വേറെവർ ആപ്ലിക്കബിൾ, സിബിൽ സ്കോറിൻ്റെയും അതുപോലെ തന്നെ കോസ്റ്റ് ടു കമ്പനി സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. 5ാമതായിട്ട് കോപ്പീസ് ഓഫ് TDS സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. ഇനി നിങ്ങൾ ഇൻ കേസ് ഓഫ് സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ ആണെന്ന് വിചാരിക്കുക. സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ ആണെങ്കിൽ ഫസ്റ്റ് വൺ, ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. 2ാമതായിട്ട് ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ദി പ്രൊപ്രൈറ്റർഷിപ്പ് ഫിം ഇഫ് ദ ബിസിനസ് ഈസ് ക്യാരിഡ് ഓൺ ഇൻ ദ നെയിം ഓഫ് എ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് കൺസേൺ. ഓക്കെ, നിങ്ങൾ സ്വന്തമായി നടത്തുന്ന സ്ഥാപനമാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് തുടങ്ങിയവ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. 3ാമതായിട്ട് ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് അക്കൗണ്ട് ഓഫ് ദി പാർട്ട്ണർഷിപ്പ് ഫേം ഇഫ് ദ ഡിപ്പോണന്റ് ഈസ് എ പാർട്ട്ണർ ഇൻ എ ഫേം അലോങ് വിത്ത് ദി ഷെഡ്യൂൾ ഷോയിങ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാർട്ട്നേഴ്സ്, റെന്യൂമറേഷൻ ആൻഡ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ലോസസ് ഓഫ് ദി പാർട്ട്ണർഷിപ്പ് ഫേം ആൻഡ് ദി കോപ്പി ഓഫ് ദി പാർട്ട്ണർഷിപ്പ് ഡീഡ് തുടങ്ങിയവ നമ്മളതിൽ മെൻഷൻ ചെയ്യണം. 4ാമതായിട്ട് ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ദ കമ്പനി ഇൻ വിച്ച് ദ ഡിപ്പെൻഡൻറ്റ് ഈസ് എ ഡയറക്ടർ ആണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ രേഖപ്പെടുത്തണം. 5ാമതായിട്ട് ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ദി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് HUF, ജോയിൻറ്റ് ഫാമിലി ബിസിനസ് ഓർ ട്രസ്റ്റ് ഇൻ വിച്ച് ദ ഡിപ്പണൻറ്റ് ഹാസ് ഷെയർ മെൻഷൻ ചെയ്യണം. 6ാമതായിട്ട് കോപ്പി ഓഫ് അക്കൗണ്ട് ഓഫ് ദി ഡിപ്പണൻറ്റ് ഇൻ ദ ബാങ്ക് ഓഫ് ദി ബിസിനസ്. 7ാമതായിട്ട് കോപ്പീസ് ഓഫ് TDS സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഇനി ഇൻ കേസ് ഓഫ് ഇൻകം ഫ്രം അതർ സോഴ്സസുകളുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ലീസ്, ഡീഡ്, റെൻ്റ് അഗ്രിമെൻറ്റ്, ലൈസൻസ് അഗ്രിമെൻറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ദി റെൻ്റൽ ഇൻകം മെൻഷൻ ചെയ്യണം. 2ാമതായിട്ട് ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ദി ഇൻട്രസ്റ്റ് ഇൻകം ഓൺ ഡെപ്പോസിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെൻഷൻ ചെയ്യണം. 3ാമതായിട്ട് ഡിവിഡൻഡ് സർട്ടിഫിക്കറ്റ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ഡിവിഡൻഡ് ഇൻകം മെൻഷൻ ചെയ്യണം. 4ാമതായിട്ട് ഡിമാറ്റ് ഹോൾഡിംഗ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. 5ാമതായിട്ട് സെയിൽ ഡീഡ് ട്രാൻസ്ഫർ ഡോക്യുമെൻറ്റ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ദി പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് പ്രോപ്പർട്ടി ഓർ പ്രോപ്പർട്ടീസ് മെൻഷൻ ചെയ്യണം. പിന്നെ 12ാമത് അതർ റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് റിലേറ്റിംഗ് ടു ഇൻകം ആൻഡ് അസറ്റ്സ് മെൻഷൻ ചെയ്യണം. 13 അതർ റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് റിലേറ്റിംഗ് ടു ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യണം? മെൻഷൻ ചെയ്യണം. ഇനി ലാസ്റ്റാണ് ഡോക്യുമെൻറ്റ്സ് റിലേറ്റിംഗ് ടു എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതിൽ 14ാമത്തെ പോയിൻ്റായിട്ട് ഫസ്റ്റ് വൺ, documents relating to the expenditure on education of children including tuition fees, കുട്ടികളുടെ വിദ്യാഭ്യാസവും ട്യൂഷൻ ഫീസും. 2, റെൻ്റ് ആൻഡ് മെയിൻ്റനൻസ് റെസിപ്റ്റ്. 3, ഇലക്ട്രിസിറ്റി, വാട്ടർ, സെക്യൂരിറ്റി ആൻഡ് ഗ്യാസ് ബിൽസ് മെൻഷൻ ചെയ്യണം. 4ാമതായിട്ട് ഡോക്യുമെൻറ്റ്സ് റിലേറ്റിംഗ് ടു ദി സാലറി പെയ്ഡ് ടു ദി എംപ്ലോയീസ് ഇൻക്ലൂഡിംഗ് ഡൊമസ്റ്റിക് ഹെൽപ്പർ.
ഡൊമസ്റ്റിക് ആയിട്ട് വീട്ടുകാരക്കാരുടെ അടക്കമുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യണം. 5 ഡോക്യുമെൻറ്റ്സ് റിലേറ്റിംഗ് ടു എക്സ്പെൻഡിച്ചർ ഓൺ കോൺവെയൻസ് മെൻഷൻ ചെയ്യണം. 6ാമതായിട്ട് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഓൾ കാർഡ്സ് മെൻഷൻ ചെയ്യണം. 7 ഫ്രീക്വൻറ്റ് ഫ്ലയേഴ്സ് കാർഡ് സ്റ്റേറ്റ്മെൻറ്റ് മെൻഷൻ ചെയ്യണം. 8 മൊബൈൽ ആൻഡ് ലാൻഡ് ലൈൻ ഫോൺ ബിൽസ് മെൻഷൻ ചെയ്യണം. 9 ഇൻ്റർനെറ്റ് ആൻഡ് TV കേബിൾ സെറ്റ് ടോപ്പ് ബോക്സ് ബിൽസ് മെൻഷൻ ചെയ്യണം. 10 ഡോക്യുമെൻറ്റ്സ് റിലേറ്റിംഗ് ടു ദി റീപേയ്മെൻറ്റ് ഓഫ് ദ ലോൺസ് വേണം. 11 PPF EPF ആൻഡ് അതർ സൂപ്പറാനുവേഷൻ ഫണ്ട് റെസിപ്റ്റ് മെൻഷൻ ചെയ്യണം. 12 റെസിപ്റ്റ് ഓഫ് പ്രീമിയം ഓഫ് ഇൻഷുറൻസ് പോളിസീസ് മെൻഷൻ ചെയ്യണം. അടുത്തത് 13 റെസിപ്റ്റ് ഓഫ് പേയ്മെൻറ്റ്സ് ഇൻ റെസ്പെക്ട് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് മെൻഷൻ ചെയ്യണം. 14 ഡോക്യുമെൻറ്റ്സ് റിലേറ്റിംഗ് ടു പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ആൻഡ് അതർ ലോൺസ് മെൻഷൻ ചെയ്യണം. 15 ഡോക്യുമെൻറ്റ്സ് റിലേറ്റിംഗ് ടു ദി പേയ്മെൻറ്റ് ഓഫ് ടാക്സസ് ഇൻക്ലൂഡിംഗ് ഇൻകം ടാക്സ് ആൻഡ് പ്രോപ്പർട്ടി ടാക്സ് മെൻഷൻ ചെയ്യണം. 16 അതർ റിലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് റിലേറ്റിംഗ് ടു ദി എക്സ്പെൻഡിച്ചർ മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ന്യായമായ ഒരു മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഇൻട്രീം മെയിൻ്റനൻസ് തുക ഭർത്താവിൽ നിന്നും ഭാര്യയ്ക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ഒരു ഫോർമാറ്റ് സബ്മിറ്റ് ചെയ്യാതെ കള്ളത്തരം കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ ഭയങ്കരമായ ഒരു ഇഷ്യൂ ആയിട്ട് മാറും. ആ ഇഷ്യൂ എന്താണ് എന്നുള്ളത് ഇപ്പോൾ പബ്ലിക്കായിട്ട് പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഡിക്ലറേഷൻ നമ്മൾ എഴുതണം. ആ ഡിക്ലറേഷൻ എഴുതിയിട്ട് അതിനെ പറയുന്നുണ്ട് ഡിക്ലറേഷനിലെ ആ പ്രശ്നങ്ങൾ. I understand that any false statement made in this affidavit may constitute an offence under section 199 read with sections 191 and 193 of the Indian Penal Code, punishable with imprisonment up to 7 years and fine, and section 209 of Indian Penal Code, punishable with imprisonment up to 2 years and fine. I have read and understood section 191, 193, 199 and 209 of the Indian Penal Code എന്ന് നമ്മൾ ഡിക്ലറേഷൻ എഴുതി അതിൻ്റെ താഴെ നമ്മൾ എന്ത് ചെയ്യണം, സൈൻ ചെയ്യണം. അങ്ങനെ സൈൻ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ വെരിഫിക്കേഷനും കൂടി നമ്മളത് ചെയ്യും. എന്നാണ് വെരിഫിക്കേഷൻ ചെയ്യുക എന്നുള്ളത് അതിന് പറയുന്നുണ്ട്. ഐ ഫർദർ വെരിഫൈ ദാറ്റ് ദ കോപ്പീസ് ഓഫ് ദി ഡോക്യുമെൻറ്റ്സ് ഫയൽഡ് അലോങ് വിത്ത് ദി അഫിഡവിറ്റ് ആർ ട്രൂ കോപ്പീസ് ഓഫ് ദി ഒറിജിനൽസ് എന്നും നമ്മൾ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു 13ഓളം വീഡിയോസ് എടുത്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ സീരീസ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മുഴുവനും നിങ്ങളുടെ വക്കീലുമായിട്ട് സംസാരിച്ച് ഇതുപോലെയുള്ള ഒരു അനക്ഷർ A1 എന്ന് പറയുന്ന ഒരു സംഗതി പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഇത് വെച്ചുകൊണ്ടുള്ള ഇത് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മുടെ വരുമാനം തീരുമാനിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ തീരുമാനിക്കുന്ന വരുമാനത്തിൻ്റെ ലയബിലിറ്റീസ് കഴിഞ്ഞ് വരുന്ന 25% ആണ് ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകാത്ത ഭാര്യയ്ക്ക് കൊടുക്കണം എന്ന് കോടതി പറയുന്നു. ഭർത്താവിനെ ഉപേക്ഷിക്കുന്ന ഭാര്യയ്ക്ക് ഒരു കാരണവശാലും ചെലവിന് കൊടുക്കണ്ട എന്നുള്ളതും കൂടി പ്രത്യേകം മനസ്സിലാക്കും. ഈ ഒരു ഇൻഫോർമേഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.